അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകി തരാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു സകലത്തിലും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളുടെ പ്രകൃതി അറിയുന്നവന് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നവന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു നിങ്ങളെ അറിയുന്ന ദൈവമാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ കാണുന്ന ദൈവമാണ്. പ്രകൃതി അറിയുന്ന ദൈവമാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്. നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ കഷ്ടങ്ങൾ അത് എത്ര വലുതായിരുന്നാലും യേശു നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. പിതാക്കന്മാരുടെ ജീവിതത്തിലൊക്കെ കഷ്ടത വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. നമ്മുടെ കർത്താവായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നമുക്ക് നല്ലൊരു മാതൃകയാണ് വെച്ചു തന്നിട്ട് പോയിട്ടുള്ളത്. യേശു കർത്താവ് പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി പ്രാർത്ഥിച്ചു. തൻ്റെ കഷ്ടതയുടെ നടുവിൽ യേശു പ്രാർത്ഥിച്ചു. എവിടെവരെ പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവർ കഷ്ടതയെ മറികടക്കും. പ്രാർത്ഥന നിങ്ങളെ പ്രാപ്തരാക്കും. ഭാരപ്പെടണ്ട. കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. നീ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. നീതിമാൻ കുലുങ്ങിപ്പോകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് നിങ്ങളെ അറിയാം. ദൈവത്തിന് നിങ്ങളുടെ പ്രകൃതി അറിയാം. ഹൃദയത്തെ കാണാം. എന്ന് മാത്രമല്ല, ദൈവത്തിന് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങൾക്കൊരു ശാന്തത നൽകി തരാൻ കഴിയും. ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണ് പൂർണ്ണമായൊരു വിടുതൽ. സകല കഷ്ടങ്ങളിൽ നിന്നൊരു വിടുതൽ. അതെ, ഇന്ന് പകൽ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആശ്രയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. നിരാശപ്പെടാതെ, തളർന്നു പോകാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.